ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല കിഡിലൻ ടേസ്റ്റുള്ള കഴിച്ചാലും മതി വരാത്ത യമ്മി മാംഗോ ഡിസേർട്ടാണ്. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന്. നമ്മുടെ മാംഗോ ഡിസേർട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി 2 വലിയ ഗ്ലാസ് അളവിലുള്ള പാലാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഇപ്പം നമ്മുടെ ഫ്ലെയിം ഓൺ അല്ല, ഓഫാണ്. ഇതിലേക്ക് ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ അളവിലുള്ള പഞ്ചസാരയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുമുള്ള കസ്റ്റാർഡ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതിലേക്ക് ഒരു അല്പം മാത്രം ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ആദ്യം നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മളെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഈ കസ്റ്റാർഡ് മിക്സ് ഒട്ടും തന്നെ അടിയിൽ പിടിക്കാതെ കട്ട പിടിക്കാതെ ഒരു തിക്ക് കൺസിസ്റ്റൻസി ആകുന്നത് വരെ ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഒരുപാട് തിക്കാക്കേണ്ട ആവശ്യമില്ല, ഒരു മീഡിയം തിക്കായാൽ മാത്രം മതി. ഇപ്പം നമ്മുടെ കസ്റ്റാർഡ് മിക്സ് നമ്മൾ ഇളക്കാൻ വേണ്ടി തുടങ്ങിയിട്ട് ഏകദേശം ഒരു 4 മിനിറ്റ് ആയിട്ടുണ്ട്. അത്യാവശ്യം തിക്കായിട്ട് വന്നിട്ടുണ്ട്, ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഈ മിക്സ് നന്നായിട്ട് ചൂടാറിയതിൻ്റെ ശേഷം ഏകദേശം ഒരു 4 മണിക്കൂർ നേരം ഫ്രിഡ്ജിലേക്ക് വെക്കാം. 4 മണിക്കൂറിൻ്റെ ശേഷം നമ്മുടെ കസ്റ്റാർഡ് മിക്സ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിക്സ് മുഴുവനായിട്ടും മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അടുത്തതായി നമുക്കിതിലേക്ക് ഒരു 2 സ്കൂപ്പ് മുഴുവനായിട്ടുമുള്ള വാനില ഐസ്ക്രീമും കൂടി ചേർത്ത് കൊടുക്കാം. വാനില ഐസ്ക്രീമും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ മാംഗോ ഡിസേർട്ടിന് നല്ല കിഡിലൻ ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്കിതിലേക്ക് 2 വലിയ മാങ്ങയുടെ കഷ്ണം കൂടി ചേർത്ത് കൊടുക്കാം. മാങ്ങയുടെ കഷ്ണം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അടുത്തതായി നമുക്ക് മറ്റൊരു വലിയ ബൗൾ എടുക്കാം. ഇതിലേക്ക് നമുക്ക് ചവ്വരി വേവിച്ചത് ഇട്ട് കൊടുക്കാം. ഈ ചവ്വരി നമ്മൾ ഏകദേശം ഒരു 20 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ച് അതിനുശേഷം നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിലൂടെ കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് അതിൻ്റെ ഒട്ടലെല്ലാം ഒന്ന് മാറിയതിൻ്റെ ശേഷമാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് 5 മിനിറ്റ് നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ള ഈ കസ്കസും കൂടി ഇട്ട് കൊടുക്കാം. അടുത്തതായി നമുക്ക് ഒരു വലിയ മാങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നട്ട്സ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, കയ്യിലുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം, ഓപ്ഷണലാണ്. നമ്മളിവിടെ കുറച്ച് പിസ്ത ഫ്ലേക്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു കസ്റ്റാർഡ് മാംഗോ മിക്സ് മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള മാംഗോ ഡിസേർട്ട് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല സൂപ്പർ ടേസ്റ്റാണ്. എൻ്റെ വീഡിയോകളും റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ, പുതിയ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാ വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.